And hello, what's up guys? Welcome back to our channel and my friend മലയാളം. ഇന്ന് നമ്മൾ ആക്ഷൻ ഫാന്റസി നിറഞ്ഞ ഒരു പുതിയ ആനിമി സീരീസ് ആണ് കാണുന്നത്. ആനിമി നെയിം ഡു ഓവർ ഡാംസൽ കോൺക്വർ ദ ഡ്രാഗൺ എംപറർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടി ആരുടെയോ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഓടുകയാണ്. അവൾ വിചാരിക്കുന്നു, ഞാൻ മരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു, പക്ഷേ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ നോക്കി ചിരിക്കാതെ ഞാൻ മരിക്കും. അതുമാത്രമല്ല, യഥാർത്ഥ സ്വഭാവം അറിയുന്നതുവരെ മാത്രമായിരുന്നു അത്. ജെറാൾഡ് പറഞ്ഞു, നിനക്ക് നാണമില്ലേ എൻ്റെ ഭാര്യയായിരുന്നിട്ട് നീ ചെയ്ത തെറ്റ് സമ്മതിക്കാതിരിക്കാൻ? അവൾ പറഞ്ഞു, എൻ്റെ മേലെ ഇല്ലാത്ത കുറ്റം ആരോപിച്ചാൽ ഞാനതെങ്ങനെ സമ്മതിക്കും? നിനക്ക് നിന്റെ സഹോദരിയെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അവൻ പറഞ്ഞു, അതെ, ഞാൻ അവളെക്കുറിച്ച് മാത്രമേ ഓർക്കുകയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെ ഒരാളാക്കിയാൽ നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മര്യാദ കെടുത്താൻ ശ്രമിക്കുകയാണോ? അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. അവൾ സോൾജേഴ്സിനെ തള്ളിവിട്ടതിനു ശേഷം ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജെറാൾഡ് സോൾജേഴ്സിനോട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. അവൾ മാക്സിമം ഡിഫെൻഡ് ചെയ്യുന്നു. തന്റെ നേർക്ക് വന്ന ഒരു കുന്തത്തെ അവൾ പിടിച്ചു നിർത്തുന്നു. അവൾ പറയുകയാണ്, ഞാൻ ഇവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ദിവസം മറ്റൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇതുപോലൊരവസ്ഥ വരികയില്ലായിരുന്നു. എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ. പെട്ടെന്ന് ആ ടവറിലെ ക്ലോക്ക് എതിർ ഘടികാര ദിശയിൽ കറങ്ങുന്നു. അവിടെ കട്ട് ചെയ്താൽ ഹീറോയിൻ കണ്ണു തുറക്കുന്നു. അവളുടെ മുൻപിൽ ജിൽ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും വിളിക്കുന്നു. ഹീറോയിൻ ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം തൻ്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതാണ്. തുടർന്ന് അവളുടെ മാതാപിതാക്കൾ പറയുന്നു, ഇന്ന് ജെറാൾഡിന് 14 വയസ്സാകുകയല്ലേ ചിന്തിക്കുന്നു. പിന്നെ അവൾ അവരുടെ കൂടെ ജെറാൾഡിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് പോകുന്നു. ഇതെല്ലാം ഞാൻ ഓർക്കുന്നു എന്നും പറഞ്ഞ് സൈഡിലെ മിററിൽ നോക്കും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. താൻ ടൈം ട്രാവൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൾ ജെറാൾഡിനെ കാണുന്നു. അവനെ കണ്ട് ഓടി അച്ഛനെയും അമ്മയുടെ അടുത്തെത്തി തനിക്ക് വയറുവേദനിക്കുന്നെന്നും പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്നു. അതേ കൊട്ടാരം, ഇവിടെ ഗാലറി, പിന്നെ ഇവിടെ ജെറാൾഡിൻ്റെ സഹോദരിയുടെ മുറി. എൻ്റെയും ജെറാൾഡിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണമായെന്ന് ഞാൻ അവൻ്റെ സഹോദരിയുടെ റൂമിൽ വന്ന് നോക്കിയാൽ അവർ രണ്ടുപേരും മറ്റൊരു രീതിയിൽ കാണാൻ ഇടയായി. അത് കണ്ടതുകൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്നെ ജയിലിലിട്ട് വധശിക്ഷ നൽകുന്നതിന് അവർ തീരുമാനിച്ചു. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഞാൻ മരിച്ച് ഇവിടെ എത്തുകയും ചെയ്തു. ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും തൽക്കാലം ഇത് സത്യമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ സംഭവിക്കേണ്ടത് അവൻ എന്നെ വന്ന് കണ്ട് പ്രപ്പോസ് ചെയ്യും. എന്നാൽ ഞാൻ ഫംഗ്ഷനിൽ നിന്നും ഓടി ഇവിടെ വന്നല്ലോ, അപ്പോൾ എൻ്റെ തെറ്റ് ഞാൻ തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവൾ ജെറാൾഡ് പ്രിൻസ് കതക് തുറക്ക് ലേഡി ജിൽ എന്ന് വിളിക്കുന്നത് കേട്ടു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന അവളോട് പ്രിൻസ് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ശബ്ദമായ ശബ്ദമായിരുന്നു അത്. തുടർന്ന് നിന്റെ പേരെന്താണ്? ഹീറോയിൻ പറഞ്ഞു, എൻ്റെ പേര് ജിൽ. ഓ, ആർക്കേഡിൻ്റെ മകളാവും. അപ്പോൾ നിന്റെ മാന പവർ അധികമായിരിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, നീ ചെറുതാണെങ്കിലും നിന്റെ കണ്ണുകൾ വളരെ മനോഹരമായിരിക്കുന്നു. നീ എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും വിചാരിച്ചു കാണുകയില്ല. തനിക്ക് കുഴപ്പമില്ല എന്ന് ഹീറോയിൻ മറുപടി പറയുന്നു. തന്നോട് വീണ്ടും പ്രപ്പോസ് ചെയ്യുവാൻ ഹീറോ ആവശ്യപ്പെടുന്നു. കാരണം അപ്പോഴേ തനിക്കിത് സ്വപ്നമോ സത്യമോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നു, 6 വർഷം മുമ്പ് താൻ കണ്ട ഹേഡീസും ഇപ്പോൾ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഹേഡീസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവളപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. ഹീറോ കമൻ്റ് ചെയ്യുന്നു, ഈ രാജ്യത്തിലുള്ള എല്ലാവരെയും നമ്മൾ വളരെ ക്രൂരമായി കൊല്ലണം. അതുമാത്രമല്ല, കാമുകമായ ഇങ്ങനെ ഒരു കമാൻഡ് ഹേഡീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ, ഇതെല്ലാം നിർത്തൂ, മര്യാദയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോ അരിശത്തോടെ തൻ്റെ പവർ ഉപയോഗിക്കുന്നു. ബന്ധിതയാക്കപ്പെട്ട ഹീറോയിൻ പറയുന്നു, അവരെ ഒന്നും ചെയ്യരുത്. അവരെ എന്തെങ്കിലും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നീ എൻ്റെ മേലെ ചെയ്തോളൂ, ഞാൻ സഹിച്ചുകൊള്ളാം. അത് കേൾക്കുന്ന ഹീറോ പറയുന്നു, നീ പറയുന്നതെല്ലാം ശരി തന്നെ, എന്നാൽ അവരോട് ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ മേലെ ഞാൻ ചെയ്താൽ നീ അത് താങ്ങില്ല. അതൊന്നുമില്ല, എൻ്റെ തീരുമാനം ഉറച്ചതാണ്, നീ എന്നെ എന്തു വേണേലും ചെയ്തുകൊള്ളൂ. അതിന് ഹീറോ, എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞു പോകുന്നു. സീൻ പ്രസൻറ്റിൽ അവർ തമ്മിൽ നോക്കുന്നു. തനിക്ക് മറുപടി തരാൻ ഹീറോ പറയുന്നു. ഹീറോയിൻ തൻ്റെ ചിന്തയിൽ മുഴുകുന്നു. പെട്ടെന്ന് ഹീറോ, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നീ എപ്പോൾ വേണേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറയണം.
ഇത് കേൾക്കുന്ന ഹീറോ പറയുന്നു, ഞാനാണ് ഇവളെ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജെറാൾഡ് പറയുന്നു, ഞാനാണ് ഇവളെ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. നീ എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്? ഹീറോ ഇത് കേട്ട് ടെൻഷനായിട്ട് ഹീറോയിനെ കയ്യിലെടുക്കുന്നു. അതിനുശേഷം പറയുന്നു, മാറി നിൽക്ക്. ഹീറോയുടെ പവർ കാരണം അവർക്ക് ചലിക്കുവാൻ പോലും സാധിക്കുന്നില്ല. പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന ആ ഡ്രാഗനാണോ ഇത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവങ്ങളെല്ലാം എപ്പോഴും ജീവനോടെ ഉണ്ടോ? ഡ്രാഗൻ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് പറയാം, നിനക്ക് എന്ത് വേണേലും എൻ്റെ അടുത്ത് സംസാരിക്കാം. ആ ഡ്രാഗൻ ഹീറോയെ നോക്കി ചോദിക്കുന്നു, നിനക്ക് 19 വയസ്സായില്ലേ? 19 വയസ്സ് അത്ര വലിയ പ്രായമൊന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് 16 വയസ്സുള്ളപ്പം എൻ്റെ അച്ഛന് 40 വയസ്സായിരുന്നു. അപ്പോൾ അവർ കല്യാണം കഴിച്ചില്ലേ? അപ്പോൾ ഹീറോയിൻ പറയുന്നു, അപ്പോൾ കുഞ്ഞുണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകില്ലേ? ഇത് കേൾക്കുന്ന ഹീറോ നാണം കൊണ്ട് പറയുന്നു, എന്ത് കുഞ്ഞോ? നമ്മളിപ്പോഴല്ലേ കണ്ടുമുട്ടിയത്, ഇപ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാവോ? നമുക്ക് സ്റ്റെപ്പായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്താൽ പോരെ. ആദ്യം നമ്മൾ റൊമാൻറ്റിക് കപ്പിൾസ് ആകണം, അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പുസ്തകമൊക്കെ വായിക്കണം. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയുന്നു, എനിക്ക് ഒരുമിച്ച് പുസ്തകം വായിക്കുന്നതിനോട് താല്പര്യമില്ല, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് വായിക്കാറ്. നിൻ്റെ ലുക്കും പേഴ്സണാലിറ്റിയും രണ്ടും മാച്ച് ആവുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നാണോ? നിൻ്റെ എക്സ്പെക്റ്റേഷന് ഒത്ത ഒരാളല്ലേ ഞാൻ. എന്നിരുന്നാലും നീ ചെയ്തത് ഒരു ഫേക്ക് പ്രപ്പോസൽ അല്ലേ? ഹീറോയിൻ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്ത ഈ ഫേക്ക് പ്രപ്പോസൽ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കേൾക്കുന്ന ഹീറോ പറയുന്നു, നീ പറയുന്നതും ശരി തന്നെ, നീ പറഞ്ഞത് ശരി തന്നെ, ഇതെൻ്റെ എന്ന് ഞാനാണ് ചിന്തിച്ചു കൂട്ടിയത്. അപ്പോൾ ഡ്രാഗൻ പറയുന്നു, അത് ശരിയാണ്, നീ ധൃതിയിട്ട് ഇവനെ പ്രപ്പോസ് ചെയ്തതാണ് എല്ലാത്തിനും കാരണം. നിൻ്റെ പേര് ഞാൻ ഒരിക്കലും മറക്കുകയില്ല, നിൻ്റെ കടം ഞാൻ തീർക്കും. ഇപ്പോൾ ഞാൻ നിന്നെ നിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വിടുന്നു. അപ്പോൾ ഹീറോയിൻ ചിന്തിക്കുന്നു, പിന്നെയും ഞാൻ ഇനി അവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണം. അതിനുശേഷം ഹീറോ അവൾക്ക് താങ്ക്സ് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് ഗിൽറ്റി ഫീലിംഗ് വരുന്നു. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൾ ചിന്തിക്കുന്നു. കാരണം ജെറാൾഡും അവളോട് ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്. അവന് വേണ്ടപ്പോൾ അവൾക്ക് പ്രപ്പോസ് ചെയ്യുകയും ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ തൂക്കി എറിയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇവനോടും ചെയ്യുന്നത്.